റിഫ്രാക്ടോമീറ്ററിൽ കൃത്യമായ റീഡിംഗ് ലഭിക്കുന്നതിനായി ഉപകരണം ആദ്യം കാലിബ്രേറ്റ് ചെയ്യണം. ഇതിനായി തേനിന് സമാനമായ സാന്ദ്രതയുള്ള എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇത് സാധാരണ റിഫ്രാക്ടോമീറ്റർ വാങ്ങുമ്പോൾ അതോടൊപ്പം കിട്ടാറുണ്ട്. തേനിന്റെ സാന്ദ്രത അളക്കുന്ന വിധം അടുത്ത എപ്പിസോഡിൽ വിവരിക്കുന്നതായിരിക്കും. ഉപകരണം കാലിബ്രേറ്റ് ചെയ്യുന്നതിനായി റിഫ്രാക്ടോമീറ്ററിന്റെ പ്രിസം മൃദുവായ തുണി ഉപയോഗിച്ച് വൃത്തിയാക്കുക. ഇനി പ്രകാശത്തിന് അഭിമുഖമായി പിടിച്ച് ഇയർ പീസിലൂടെ നോക്കുക. നീല ബാക്ക്ഗ്രൗണ്ടിൽ 3 തരത്തിലുള്ള റീഡിംഗുകൾ നമുക്ക് കാണാം. ഉപകരണം കാലിബ്രേറ്റ് ചെയ്യുന്നതിനായി പ്രിസത്തിന് നടുവിൽ 1-2 തുള്ളി എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ഒഴിക്കുക. എയർ ബബിൾസ് ഉണ്ടാകാത്ത രീതിയിൽ കവർ പ്ലേറ്റ് പതുക്കെ താഴ്ത്തുക. എണ്ണ പ്രിസത്തിൽ പൂർണ്ണമായും പടരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കൃത്യമായ റീഡിംഗിനായി ഉപകരണം ഏകദേശം 30 തൊട്ട് 60 സെക്കൻഡ് നേരം മാറ്റിവെക്കുക. ഒലിവ് ഓയിലും ഉപകരണവും ഒരേ ഊഷ്മാവിൽ സാധാരണ 20 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കുന്നത് കൂടുതൽ കൃത്യത നൽകും. ഐപീസിലൂടെ നല്ല വെളിച്ചമുള്ള ഭാഗത്തേക്ക് നോക്കുക. നീല നിറവും വെളുത്ത നിറവും വേർതിരിയുന്ന വര താഴെ പറയുന്ന അളവിലാണോ എന്ന് പരിശോധിക്കുക. ബ്രിക് സ്കെയിൽ 71.5 ബ്രിക്സ്, വാട്ടർ കണ്ടന്റ് സ്കെയിൽ 27% വാട്ടർ അഥവാ മോയിസ്ചർ. വര കൃത്യമായ അളവിലല്ലെങ്കിൽ ചെറിയ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് കാലിബ്രേഷൻ സ്ക്രൂ പതുക്കെ തിരിച്ച് വരി കൃത്യം 27%ത്തിലേക്ക് അല്ലെങ്കിൽ 71.5 ബ്രിക്സ് സെറ്റ് ചെയ്യുക. കാലിബ്രേഷൻ കഴിഞ്ഞാൽ പ്രിസത്തിലെ എണ്ണമയം മൃദുവായ സോപ്പ് ലായനി ഉപയോഗിച്ച് നന്നായി തുടച്ചു മാറ്റണം. തേനിലെ ഈർപ്പം 17% മുതൽ 18% വരെ ആയിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഈർപ്പം 20%-ൽ കൂടുതലാണെങ്കിൽ തേൻ പെട്ടെന്ന് പുളിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതിയിടാൻ മടിക്കരുതേ. അടുത്ത എപ്പിസോഡ് റെഡിയാവുന്നത് വരെ ബൈ ബൈ.